ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡൊണട്ട്സിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഡൊണട്ട്സ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഓവനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഡൊണട്ട്സ്. അപ്പോൾ നമുക്ക് അവർക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡൊണട്ട്സാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ബട്ടണാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കപ്പ് അളവ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 500 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 10 ഗ്രാം ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 മുട്ടയുടെ മഞ്ഞ, വെള്ളഭാഗം ഒഴിവാക്കിയിട്ട് മഞ്ഞ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 500 ഗ്രാമിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ. ഒരു 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചർ ബട്ടറാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ബട്ടറാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മുഴുവനായിട്ട് പാൽ ആവശ്യം വരുന്നില്ല. ചെറിയ ചൂടുള്ള പാല് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരു കപ്പിൽ 3/4 കപ്പ് മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇത് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഡൊണട്ട്സ് കേട്ടോ. അപ്പം നല്ല പോലെ കുഴച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ അതിന് 1 മണിക്കൂർ മാത്രമേ നമുക്ക് ഇതിൻ്റെ സമയം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കൂടുതൽ സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതുപോലെ നമുക്ക് മാവിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഉരുട്ടിയിട്ട് വെക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഒക്കെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. വലിയ ഡൊണട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ആണെങ്കിൽ അത്രയും ചെറുതാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് ഓരോ ഉരുളകളും ഉരുട്ടി വെക്കുന്നത്. ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വരും കേട്ടോ. ഇതുപോലെ ട്രേയിൽ നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലിൻ്റെ ഇതോ വെച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നാലും തമ്മിൽ ഒട്ടി പിടിക്കൂല. കുറച്ച് ഇടവിട്ടിട്ട് വേണം നമ്മൾ ഓരോ ബോൾസും വെക്കാനായിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു നമുക്കൊരു 45 മിനിറ്റ് എങ്കിലും നമ്മളിത് കവർ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കണ്ട, ഏറെ 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിരലൊന്ന് പൊടിയിൽ മുക്കിയിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് കുഴിച്ചു കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പരത്തേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡോണട്ട്സ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട. ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ തന്നെ നന്നായിട്ട് തന്നെ ഡോണട്ട്സ് വരും. അപ്പം നമ്മൾ വിരൽ പൊടിയിൽ മുക്കുന്നത് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഹോൾ അടഞ്ഞു പോകാൻ സാധ്യത. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് കുഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട്, സാധാരണ ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഓയിൽ ഒരുപാട് ചൂടാവരുത് കേട്ടോ. ചെറിയ ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോന്നിട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ എന്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇത് നമ്മൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൊണട്ട്സ് കരിഞ്ഞു പോകും കേട്ടോ. ഇതുപോലെ ഓരോന്നും ആകുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ പറഞ്ഞതിൽ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു എസൻസും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾഭാഗം, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് മേലിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ കോട്ടിങ് വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് വെച്ചിട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഡോണട്ട്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കോരി മാറ്റാം എണ്ണയിൽ. ഒരുപാട് കളർ ചേഞ്ച് വരുവോളം എണ്ണയിൽ ഇടരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതാവുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഡോണട്ട്സൊക്കെ പറയുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് വെറും 1 മണിക്കൂർ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. പരത്തിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല, കയ്യിലിട്ടിട്ട് അങ്ങോട്ട് ഉരുട്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഡോണട്ട്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ബേക്ക് ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ. അത് ഞാൻ പരത്തിയിട്ടാണ് ചെയ്തത്. അതിലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പം ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് കാണിച്ചു എന്നുള്ളൂ. അപ്പം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ മറ്റ് റെസിപ്പികളൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡോണട്ട്സാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.